ചരിത്രത്തിലെ തന്നെ ബദ്ധവേദികൾ എന്നറിയപ്പെടുന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 13 വെള്ളിയാഴ്ച പുലർച്ചെയാണ് 200ഓളം വരുന്ന ബോംബർ വിമാനങ്ങളുമായി ഇസ്രയേൽ ഇറാൻ്റെ മണ്ണിൽ കയറി അക്രമം ആരംഭിക്കുന്നത്. ഇസ്രയേലിൻ്റെ ഈ അക്രമത്തിന് തിരിച്ചടിയായി നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളടക്കം മിസൈലുകൾ ഇസ്രയേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചയച്ചുകൊണ്ടാണ് ഇതിന് ഇറാൻ പ്രതികാരം ചെയ്യുന്നത്. സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ഓരോ ദിവസവും സംഘർഷം കൂടിക്കൂടി വരികയാണ്. ഇരുപക്ഷത്തുമായി ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ഇരുപക്ഷത്തുമായി 200ഓളം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുന്നത് ഇറാനെതിരെയുള്ള ഈ അക്രമം ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് ഇത് മാസങ്ങൾ എടുത്തേക്കാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇസ്രയേലിൻ്റെ ജനങ്ങളോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ യാതൊരു പ്രത്യക്ഷമായ ഒരു പ്രകോപനവും കൂടാതെ എന്തിനാണ് ഇസ്രയേൽ ഇറാനിൻ്റെ മണ്ണിൽ കയറിക്കൊണ്ട് ഇത്ര വലിയ ഒരു അക്രമം നടത്തിയത് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിലൂടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ് ഇറാൻ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനെതിരെ ഈ അക്രമം അഴിച്ചുവിടുന്നത്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യമാണ് ഇറാൻ. 2015 ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളുമായി ജോയിൻറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻസ് എന്ന ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഈ കരാർ പ്രകാരം ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ നിരീക്ഷണത്തിൽ മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരണം സാധ്യമാകുകയുള്ളൂ. ഈ കരാർ പ്രകാരം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സമാധാനപരമായ രാജ്യത്തിൻ്റെ പുരോഗതിക്കാവശ്യമായ ഊർജോൽപാദനത്തിന് വേണ്ടി മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരണവും സാധ്യമാകുകയുള്ളൂ. സത്യത്തിൽ ഈ കരാറിൽ ഒപ്പുവെച്ച് ഇതുമായി മുന്നോട്ട് പോകുകയായിരുന്നു ഇറാൻ. പക്ഷേ ഡൊണാൾഡ് ട്രംപ് മറ്റു ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ഈ കരാർ റദ്ദാക്കുകയും ഇറാനെതിരെ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നാണ് ഇസ്രയേലും അമേരിക്കയും സഖ്യകക്ഷികളും ഇന്ന് ഇറാനെതിരെ ആരോപിക്കുന്നത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോഗ്രാം ഇന്ന് ഇറാൻ്റെ പക്കലുണ്ട് എന്നാണ് ഇസ്രയേലും അമേരിക്കയും ആരോപിക്കുന്നത്. ആണവായുധം നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച 25 കിലോഗ്രാം യുറേനിയം മാത്രം മതി. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇത്രമാത്രം പ്രകോപിപ്പിക്കപ്പെടുന്നത്. അണവായുധം നിർമ്മിക്കാൻ ഏതാനും കടമ്പകൾ മാത്രമാണ് ഇനി ഇറാനിൻ്റെ മുന്നിലുള്ളത് എന്നതുകൊണ്ടാണ് ഇസ്രയേൽ ഇത്രമാത്രം പ്രകോപിപ്പിക്കപ്പെടുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച പുനരാരംഭിച്ചതാണ്. ചർച്ചകളുടെ പല ഘട്ടങ്ങൾ കഴിഞ്ഞ് 6ാം ഘട്ട ചർച്ച ഒമാനിൻ്റെ മധ്യസ്ഥതയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാനിൻ്റെ മണ്ണിൽ കയറിക്കൊണ്ട് അക്രമം ആരംഭിക്കുന്നത്. ഇറാൻ ഒരു ആണവശക്തിയായാൽ അമേരിക്കയ്ക്ക് പോലുമില്ലാത്ത ഇത്ര വലിയ ആശങ്ക എന്തിനാണ് ഇസ്രയേലിന് എന്നതാണ് അടുത്ത ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ് ഇറാൻ. ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക തട്ടിക്കൂട്ട് രാജ്യമാണ് എന്നതാണ് ഇറാൻ്റെ വാദം തന്നെ. മാത്രവുമല്ല, ഇന്ന് ഗസയിൽ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇസ്രയേലിനെതിരെ ലെബനനിൽ ഇടയ്ക്കിടയ്ക്ക് വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്ന ഹിസ്ബുള്ളയെയും പാലൂട്ടി വളർത്തുന്നത് ഇറാനാണ് എന്നത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഇസ്രയേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യമനിലെ ഹൂത്തി എന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പിനെയും ആയുധങ്ങളും പരിശീലനവും മറ്റ് സഹായങ്ങളും നൽകിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇന്ന് ഇറാനാണ് എന്നത് ഇസ്രയേലിന് വളരെ വ്യക്തമായി അറിയാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇറാനെ ഇസ്രയേൽ ഇത്രയധികം എതിർക്കാൻ കാരണം. മാത്രവുമല്ല, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ അലസിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായിട്ട് പ്രഗത്ഭരായ പലരും ഇതിനെ കാണുന്നുണ്ട്. മാത്രവുമല്ല, നെതന്യാഹു സർക്കാരിൻ്റെ ജനപ്രീതി കഴിഞ്ഞ 2 വർഷമായി വളരെ താഴോട്ട് പോയിട്ടുണ്ട് എന്നതാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. 2023
ഗസയിൽ ഹമാസിനോട് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും നെതന്യാഹുവിന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഒരു ബന്ദിയെപ്പോലും തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന സമ്മർദ്ദവും കൂടെ ഇസ്രയേലിൻ്റെ ജനതയിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ നെതന്യാഹു അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ശ്രദ്ധ തിരിക്കൽ കൂടിയാണ് ഇറാനിലേക്കുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം എന്നുകൂടെ പ്രഗത്ഭരായ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇറാൻ അതിനെതിരെ പറയുന്നത് ആണവായുധം നിർമ്മിക്കാനുള്ള യാതൊരു പദ്ധതിയും ഞങ്ങൾക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രവുമല്ല, അവർ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഊർജോൽപാദനത്തിന് വേണ്ടി മാത്രമാണ് യുറേനിയം അവർ സമ്പുഷ്ടീകരിക്കുന്നത് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. എന്തായിരുന്നാലും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ യുദ്ധങ്ങളും സാധാരണക്കാരായ മനുഷ്യരെയാണ് അവസാനമായി ബാധിക്കാൻ പോകുന്നത്. ഇത് രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.